ഹലോ, നമുക്കും ഒരു ട്രിപ്പ് പോയാലോ? എവിടെയാണെന്നല്ലേ? കന്യാകുമാരിയിൽ. നമ്മുടെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് ബൈക്കിൽ പോയാലോ? ബൈക്കിൽ പോയി നമുക്ക് അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ബൈക്കിലൊരു യാത്ര എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. ആദ്യത്തെ പ്രാവശ്യമല്ല ബൈക്കിൽ പോകുന്നത്, രണ്ടാമത്തെ പ്രാവശ്യമാണ് ബൈക്കിൽ പോകുന്നത്. യെസ്, ഇത് ബാലരാമപുരം എത്തി. ഐ തിങ്ക് യെസ്, ഇത് കൈത്തറിക്കട. എല്ലാവർക്കും അറിയാമായിരിക്കും, ഏകദേശം ഇവിടെ ഉള്ളവർക്കെങ്കിലും. ഇത് നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ഒരു മുസ്ലിം പള്ളിയുണ്ട്. നമുക്കങ്ങനെ ജാതി മതം അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മൾ പൈസ കൊടുക്കുവാണെങ്കിൽ ഒരു ചെറിയൊരു ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു പഞ്ചസാരയാണ് അവിടെ ഈ കാണിക്കണ്ടോ, കാണിക്കയിൽ പൈസ ഇടുമ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ ഒരു പൊതി പഞ്ചസാര പൊതിഞ്ഞു തരും. അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നെയ്യാറ്റിൻകര നമ്മുടെ സ്വന്തം ശ്രീകൃഷ്ണൻ്റെ അടുത്തെത്തി. അകത്തൊന്നും കയറിയില്ല, തൊഴുവാനൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മുന്നിൽ വലിയൊരു അത്തം ഉണ്ടായിരുന്നു. ഇതാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പിന്നും യാത്ര തുടങ്ങി. നമുക്ക് വെയിലിന് മുന്നേ കന്യാകുമാരിയിൽ എത്തണം എന്നുണ്ടായത് കൊണ്ടാണ് വേറെ എങ്ങും പോകുന്ന വഴിക്ക് ഇറങ്ങാത്തത്. കളിയിക്കവിള എത്തി. കളിയിക്കവിള തമിഴ്നാട് ബോർഡർ അല്ലേ, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡർ. ഈ ബസ്സൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും തമിഴ്നാട് എത്തിയെന്ന്. അതുമാത്രമല്ല, നമ്മൾ കൂടുതലും മനസ്സിലാക്കുന്നത് ബോർഡ്. കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ നമ്മുടെ ബോർഡ്, മലയാളത്തിൻ്റെ ബോർഡൊക്കെ മാറിയിട്ട് തമിഴായിരിക്കും അല്ലേ ലാംഗ്വേജ് വരുന്നത്, ബോർഡിൽ റൈറ്റിങ്സ് വരുന്നത്. അങ്ങനെ പോവുകയാണ്. ഈ പോകുന്ന വഴിക്ക് നമുക്ക് കേരളത്തിൽ മാത്രമാണ് ഓണത്തിന് അവധി കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് കുമാരകോവിലും കയറിയിട്ടുണ്ടായിരുന്നില്ല. അവധി എന്താന്ന് വെച്ചാൽ ഞാൻ 2-3 സ്കൂളുകൾ കുട്ടികളിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷനല്ലേ, അവർക്ക് അവിടെ അവധി ഇല്ലേ എന്തോ അറിയില്ല. തമിഴ്നാട്ടിൽ വാഴക്കൃഷിയൊക്കെ കണ്ടോ? ഇതൊരു ചെടിക്കടയാണ്. വാഴകളെല്ലാം കാറ്റടിച്ച് കീറി നിൽക്കുവാണ്. ഇലയെല്ലാം ഫുള്ള് പോയി. നല്ല ഭംഗിയല്ലേ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. മലയും തെങ്ങും. നമ്മളിതിനു മുന്നേ ഒരു വർഷമല്ല, ഒരു 2 വർഷങ്ങൾക്ക് മുന്നേ തമിഴ്നാട്ടിൽ പോയപ്പോഴും റോഡ് പണി നടക്കുവാണ്. ഇപ്പോഴും റോഡ് പണി മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ ആകാശം കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് തന്നെയാണ് ഈ വീഡിയോ എടുത്തത്. രാവിലെ ആയതുകൊണ്ടായിരിക്കും ഇത്രയും ബ്യൂട്ടി ആയിട്ട് നിൽക്കുന്നത് സ്കൈ. മല കണ്ടോ? കുമാരകോവിൽ കഴിഞ്ഞ് കഴിയുമ്പോഴാണല്ലേ, അവിടം തൊട്ടാണ് കൂടുതലും ഇതുപോലെ ഈ മല കാണുന്നത്. വിശന്നു വയ്യ, എന്നാൽ നമുക്ക് കാപ്പി കുടിച്ചാലോ? കാപ്പി കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ഒരു സായി കഫേ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലായിരുന്നു. നല്ല ഹോട്ടലായിരുന്നു, നല്ല ഫുഡും ആയിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചമ്മന്തി. ഞാൻ കട്ടൻ ചായയാണ് കേട്ടോ പറഞ്ഞത്. കണ്ടോ, ഒത്തിരി വെറൈറ്റി ചമ്മന്തി ഉണ്ടായിരുന്നു. നല്ല ഫുഡായതുകൊണ്ട് ഫുള്ളും അകത്താക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. കന്യാകുമാരി എത്തണ്ടേ വെയിലിന് മുന്നേ. അങ്ങനെ അവിടെ നിന്ന് യാത്ര തുടങ്ങി നമ്മൾ പോവുകയാണ് കന്യാകുമാരിയിലോട്ട്. നമ്മുടെ സ്വന്തം, നമുക്കിവിടെയും പോത്തീസ് ഉണ്ട്. ഇത് തമിഴ്നാട്ടിലെ പോത്തീസ്. അവിടെ അത്ര തിരക്കൊന്നുമില്ല. ഇവിടെ എപ്പോൾ പോയാലും ഇടിയും തിരക്കും കുത്തലും ഒക്കെയാണ്. ലളിത ജുവലറി, ഇത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം കണ്ടോ റോഡ് പണി നടക്കുവാണ്. ചെറിയൊരു പനി.
ഈ റോഡ് വഴി പോകുമ്പോൾ ഭയങ്കര പൊടിയാണ്. പൊടി അടിച്ചിട്ട് എനിക്ക് ഈ കന്യാകുമാരിയിൽ നമ്മൾ പോകുമ്പോഴൊക്കെ, ഇപ്പം വേറൊരു സ്ഥലത്തോട്ടും പോയായിരുന്നു, അപ്പോഴൊക്കെ ഈ പൊടി ഭയങ്കര ഡിസ്റ്റർബൻസാണ്. ഇത് കണ്ടോ, ഇതൊരു കനാലാണ്. ഈ കനാലിൽ കണ്ടിട്ട് ഒഴുക്കൊന്നുമില്ല, പക്ഷെ അവിടുത്തെ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു. ഒഴുക്കില്ലാത്ത സ്ഥലത്ത്. അഴുക്കൊക്കെ കാണുമായിരിക്കും അല്ലേ. ഇത് പിന്നെ താമരക്കുളത്തിൽ താമരയൊന്നുമില്ല. അതൊക്കെ സീസൺ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കും. ഇപ്പോൾ ഇലയും വെള്ളവും മാത്രമേ ഉള്ളൂ. താമരയൊന്നും തന്നെ ഇല്ല. ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ചെറുതായിട്ട് വെയിൽ വന്നു. വെയിലുണ്ടെങ്കിലും അത്യാവശ്യം തണലിൽ കൂടി നമുക്ക് പോവാം. അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു, കന്യാകുമാരിയിൽ. ഇവിടെ എത്താറായപ്പോൾ തിരക്ക് വന്നു. അടുത്ത് കടലിനടുത്ത് അല്ലേ ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക് വരുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് റൂം എടുക്കുന്നത്. വേറെ ഒന്നും ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നില്ല. ഒരുപാട് ബൈക്കിൽ വന്നുകൊണ്ട് ഒത്തിരി ടയേർഡായി. താങ്ക് യു ഫോർ വാച്ചിങ്.